പോകുന്ന മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം എന്ന പച്ചക്കോട്ട ഇത്തവണ മറ്റെന്തെങ്കിലും ചിന്തിക്കുമോ എന്ന കാര്യമാണ്. അനുമോദ്, കഴിഞ്ഞ തവണ ഇടതു തരംഗത്തിലും UDF-ന് അല്ലെങ്കിൽ ലീഗിന് മൂന്ന് സീറ്റുകൾ ഒഴികെ ബാക്കി പൂർണ്ണമായും പിടിച്ചടക്കാൻ കഴിഞ്ഞ ജില്ലയാണ്. ഇത്തവണ ജില്ല പൂർണ്ണമായി പിടിക്കുമെന്ന് ലീഗും കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട്. പൊന്നാനിയിൽ പ്രശ്നമുണ്ട്, തവനൂര് പ്രശ്നമുണ്ട്, താനൂരുണ്ട്, ഒപ്പം തിരൂരുമുണ്ട്. തിരൂരേക്ക് മാറി മത്സരിക്കുകയാണല്ലോ അബ്ദുറഹ്മാൻ. എന്താണ് സാഹചര്യം? അവിടെ തിരിച്ചടി ഭയക്കണമോ ഇടതുപക്ഷം? നമുക്ക് പ്രധാനമായും മലപ്പുറം ജില്ലയിൽ മത്സരം നടക്കുന്നത് 6 മണ്ഡലങ്ങളെ നമുക്ക് തെരഞ്ഞെടുക്കേണ്ടത്. ഒന്ന്, ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പൊന്നാനി, തവനൂർ. മറ്റ് 4 മണ്ഡലങ്ങൾ ഇടതുപക്ഷം കടുത്ത പോരാട്ടം നടത്തുന്ന തിരൂര്, വേങ്ങര, പെരിന്തൽമണ്ണ, മങ്കട. അങ്ങനെ 6 മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഇടങ്ങൾ. അതിൽ പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിൽ ഇടതുപക്ഷം 2006 മുതൽ പാർട്ടി ചിഹ്നത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ്. ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടി നേടുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ അഡ്വക്കേറ്റ് എം കെ സക്കീറാണ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. എം കെ സക്കീറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ആ സമയത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ പ്രാദേശികമായിട്ട് ഉയർന്നിരുന്നു. TM സിദ്ദിഖ് പ്രാദേശിക നേതാവിന് അവസരം നൽകാത്തതിന് പ്രതിഷേധം ഇപ്പോഴും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. തീരദേശ മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് ഈ സ്ഥാനാർത്ഥി പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതാണ് അവിടെ ഇടതുപക്ഷം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. പക്ഷേ അവിടെ അതോടൊപ്പം തന്നെ KP നൌഷാദ് അലി എന്ന UDF-ന്റെ നേതാവ്, കോൺഗ്രസ് നേതാവ്, കഴിഞ്ഞ 2.5 വർഷമായി പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. പൊന്നാനിയിലെ ഓരോ പ്രശ്നങ്ങളും ഇടപെട്ട് ആ വിഷയങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അടിത്തറയാണ് അവിടെ UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. അതായത് LDF-ലെ സ്ഥാനാർത്ഥി പ്രശ്നം, ഒപ്പം നൌഷാദ് അലി താഴെ തട്ടിലുണ്ടാക്കിയ ബന്ധം, ഇത് രണ്ടും അവിടെ ഗുണം ചെയ്യുന്ന ഒരു കണക്കൂട്ടലാണ് UDF-നെ സംബന്ധിച്ചുള്ളത്. LDF ആണെങ്കിൽ തീരദേശ മേഖലയിൽ ഒരുപക്ഷെ വോട്ട് കുറഞ്ഞാലും MK സക്കീറിന് സ്വാധീനമുള്ള മേഖലകളുണ്ട്. പെരുമ്പടവും മാറഞ്ചേരിയും പോലെ അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള LDF-ന്റേതല്ലാത്ത രാഷ്ട്രീയത്തിലുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് MK സക്കീർ അഡ്വക്കേറ്റ് എന്ന നിലയിലും മറ്റ് പല മേഖലകളിലും ഉള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് നേടുന്ന വോട്ടുകൾ LDF-ന് ഇത്തവണ ഗുണം ചെയ്യും. ഭൂരിപക്ഷം കുറഞ്ഞാലും അവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ് പൊന്നാനിയിലെ LDF-ന്റെ കണക്കൂട്ടൽ. തവനൂരിലേക്ക് വരികയാണെങ്കിൽ KT ജലീൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതാണ് അവിടെ ഏറ്റവും വലിയ ഒരു തടസ്സമായിട്ട് ആദ്യം വന്നിട്ട് ജലീൽ അവസാന ഘട്ടത്തിലാണ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ടൈമിലെ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ആദ്യ 3 വർഷം അദ്ദേഹം സജീവമായിരുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതുതന്നെയാണ് UDF അവിടെ മുഖ്യ പ്രചരണ വിഷയമാക്കുന്നത്. മാത്രമല്ല ജലീലിനെതിരെ പ്രാദേശികമായിട്ടുള്ള ഒരു വികാരമുണ്ട്. ഈ തുടർച്ചയായിട്ട് അദ്ദേഹം തന്നെ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ അത് മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് UDF-ന്റെ ഭാഗത്ത് നടക്കുന്നത്. UDF-ന്റെ BS ജോയിയാണ്, DCC പ്രസിഡന്റായ BS ജോയിയാണ് മത്സരിക്കുന്നത്. അവിടെ UDF നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ജലീലാകുമ്പോൾ കൃത്യമായി UDF-ലെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നുണ്ട്. BS ജോയി മത്സരിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് UDF അവിടെ ചെയ്യുന്നത്. അത്തരത്തിൽ വോട്ട് ചോർന്നില്ലെങ്കിൽ ജലീലിനെതിരായ പ്രാദേശിക വികാരം മുതലെടുക്കാൻ UDF-ന് സാധിച്ചാൽ അവിടെ UDF-ന് വിജയം നേടാം. ഒരു അട്ടിമറി ജയം തന്നെയായിരിക്കും അവിടെ നേടാൻ സാധിക്കുക. തിരൂരിലേക്ക് വരികയാണെങ്കിൽ VI അബ്ദുറഹ്മാന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് തിരൂർ മണ്ഡലം ശ്രദ്ധേയമായത്. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് മാറിയതിന് അദ്ദേഹം നൽകിയ വിശദീകരണം വികസന മുരടിപ്പാണ്, എനിക്ക് എൻ്റെ നാട്ടിൽ മത്സരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. V അബ്ദുറഹ്മാന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് വളരെ വേറിട്ട ഒന്നാണ്. അത് മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹം വിജയിച്ചതാണ് ആ എഞ്ചിനീയറിംഗ് കൊണ്ട്. അതായത് UDF-ലെ വോട്ട് കൃത്യമായി ഭിന്നിപ്പിക്കുവാനും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയത്തിനതീതമായ വോട്ട് നേടുവാനും പ്രചരണത്തിൽ ഒരു റോഡ് ഇളക്കി അല്ലെങ്കിൽ ആളിളക്കി നാടിളക്കിയുള്ള ഒരു പ്രചരണം നടത്തി, ഒരു ഘോഷം നടത്തി പ്രചരണം കൊഴുപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. മറുവശത്തുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടുപേരും 2 ശൈലി പിന്തുടരുന്നവരാണ്. V അബ്ദുറഹ്മാനെ പോലെ വലിയ വിവാദങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറുക്കോളി മൊയ്തീൻ. മാത്രമല്ല ഒരു സാത്വികനാണ് എന്നൊരു പരം. അതിൽ കഴിഞ്ഞ തവണ 2021 ഉണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടുമോ? താനൂര്, ഒപ്പം തന്നെ തവനൂര്, മറ്റൊന്ന് പൊന്നാനി. പൊന്നാനിയിൽ കടുത്ത സംഘടനാ പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട് എന്നതാണ് സാഹചര്യം. എന്തായാലും മലബാർ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ മലപ്പുറം ജില്ല വേറിട്ട് നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടവേളയാണ് മടങ്ങിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.